കീറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേ നമസ്കരിക്കുന്നതിനും ഞങ്ങൾക്ക് നൽകുന്ന ഈ നല്ല സാഹചര്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. ദൈവമേ, ഇന്നത്തെ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ പ്രാർത്ഥന ഇവയൊക്കെയും അവിടുന്ന് ശ്രവിച്ച് അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലും അവിടുന്ന് പകർന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ആരാധന അവിടുത്തെ സന്നിധിയിൽ ഒരു സുഗന്ധ ബലിയായി അവിടുന്ന് സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. വിവിധ ഇടങ്ങളിലായി അങ്ങേ ആരാധിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും ഒരുപോലെ തിരുസാന്നിധ്യത്താൽ അവിടുന്ന് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതത്തിലെ 11ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനി 2ാം ഭാഗം, ആരാധനക്രമം 4ാം പുറം. സ്തുതിലിത്താനി 2ാം ഭാഗം, ആരാധനക്രമം 4ാം പുറം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അനുതാപ ഹൃദയങ്ങളോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ വിനയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ നമുക്കുണരാം. ദൈവത്തിൻ്റെ ക്ഷമയ്ക്കായി നമുക്ക് യാചിക്കാം. ഒരു പുതിയ ജീവിതത്തിനായി നമ്മെ തന്നെ വിനയപ്പെടുത്താം. ആരാധനക്രമം 9-ാം പുറത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചെന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണം എന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിനു മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പാപക്ഷമയെ ഓർത്ത് നാം അനുഭവിക്കുന്ന ബഹുവിധ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആരാധനക്രമം 14-ാം പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും.
രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്നുത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്യും. പിന്നെ അവനിടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല; അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല; രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്നുത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കിലേക്കും പോകും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്ത് കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഒരു നിമിഷം അവനുമായി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ വിനയപ്പെടുത്താം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റാം. സാമൂഹികമായ പരിമിതികൾ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ, ഇവയിൽ നിന്നൊക്കെ നമ്മെ ദൈവം വീണ്ടെടുത്തു കാത്തു പരിപാലിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. COVID-19 എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഈ നാളുകളിലും ഏറെ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന നമ്മുടെ സമസൃഷ്ടങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആശ്വാസത്തിനായി വിടുതലിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വ്യക്തികളായി കുടുംബങ്ങളായി ഈ രോഗത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. രോഗികളായി ചികിത്സയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കായി അപേക്ഷിക്കാം. ക്വാറന്റീനിലായിരിക്കുന്നവർ, അതുപോലെ സൗഖ്യം പ്രാപിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ നമുക്ക് ഈ സമയം പ്രാർത്ഥനയിൽ ഓർക്കാം. പലവിധ രോഗങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട് വാർദ്ധക്യ സഹജമായ ക്ഷീണം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിലെ ആവശ്യഭാരങ്ങളെ ഓർത്ത് നെടുവേർപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർക്കാം. ഈ നാളുകളിൽ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കായി നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നമ്മെ കരുതുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും വിശ്വസ്തതയും ഒക്കെ
ഓരോ നിമിഷവും നാം ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും വിശേഷ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങൾക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. സഭയിലെ യൗവന മക്കൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങിയായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റ് വിവിധ ആവശ്യങ്ങളുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കുടുംബസ്ഥരായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പലവിധ രോഗങ്ങൾ കടിപ്പെട്ട് ഈ നാളുകളിൽ വിവിധ ചികിത്സകൾക്ക് വിധേയരായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ നാളുകളിലെ പരിമിതികളും നിയന്ത്രണങ്ങളും ഒന്നും ആരെയും പ്രതികൂലമായി ബാധിക്കാതെ വേണം ദൈവം കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ ആരാധനയിൽ വിവിധ ഇടങ്ങളിലായിരുന്ന പ്രാർത്ഥനയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവസന്നിധിയിൽ തങ്ങളുടെ അഭയയാചനകൾ അർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭാ കമ്മിറ്റിക്കായി ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയായി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. സഭയായി ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഈ ദേശത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ദൈവകാര്യങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കാം. ഈ നാളുകളിൽ മഹാമാരിയിൽ നിന്ന് വിടുതൽ നേടുന്നതിനു വേണ്ടി ചെയ്യപ്പെടുന്ന എല്ലാ ക്രമീകരണങ്ങളിലും അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളിലും ദൈവ സാന്നിധ്യം ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, അവരെല്ലാം ആരോഗ്യത്തോടെ സുഖത്തോടെ കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി, മറ്റാരോഗ്യ പ്രവർത്തകർക്കായി, ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ആശാ വോളണ്ടിയേഴ്സിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണ സംവിധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ വിവിധ ശുശ്രൂഷകൾ സമൂഹത്തിൽ അർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, പിതാവെ, അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങേ സ്തുതിക്കുന്നതിനും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ യാചനകൾ അർപ്പിക്കുന്നതിനുമൊക്കെ ലഭ്യമാകുന്ന ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം കരയറ്റുന്ന പിതാവ്, അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നല്ലവനായി വല്ലഭനായി കൂടെ ഇരിക്കുന്ന ഒരു കർത്താവായിരിക്കാൻ സ്തോത്രം കരയറ്റുന്ന പിതാവ്, ദൈവമേ, പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുന്ന, പ്രത്യേക കാലഘട്ടത്തിലായിരിക്കുന്ന അടിയങ്ങളെ കർത്താവെ അവിടുന്ന് ഇത്രത്തോളം കാത്തുപരിപാലിക്കുന്ന, വഴി നടത്തുന്ന ദിവ്യകൃപകൾക്കായി സ്തോത്രം കരയറ്റുന്നു. അങ്ങയുടെ സംരക്ഷണവും കാവലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെ അവിടുന്ന് ഓരോ നാളും പകരുന്നുവല്ലോ. ആ ദിവ്യകൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു പിതാവെ. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. അനേകർ ഈ നാളുകളിൽ രോഗത്തിൻ്റെ പ്രതികൂലങ്ങളിലായിരിക്കുന്നു. കർത്താവെ, അനേകരേറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നു. ദൈവമേ, രോഗ ദുരിതങ്ങളിൽപ്പെട്ട് വേദനയോടെ ഭാരത്തോടെ തങ്ങളുടെ ഭാവിയെ നോക്കി നെടുവേർപ്പെടുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കരുതുന്ന ദയക്കായി സ്തോത്രം കരയറ്റുന്ന പിതാവെ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ദൈവകൃപകൾക്കായും സ്തോത്രം ചെയ്യുന്ന പിതാവെ. ദൈവമേ, ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയിലൂടെ ലഭ്യമാകുന്ന കർത്താവെ അവിടുത്തെ കൃപകൾ പ്രാപിച്ചുകൊണ്ട് ദൈവമേ അങ്ങയിൽ ചാരിക്കുന്ന നിലകൊള്ളുന്നതിന് അവിടുന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്ന പിതാവെ. പ്രത്യേകിച്ച് നാഥ, ഈ നാളുകളിൽ ദൈവമേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിൻ്റെ കാഠിന്യം മുഖാന്തരം
ദൈവമേ, തൊഴിലിൽ നിന്നും പോകുവാൻ സാധിക്കാതെ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പിതാവേ. കടഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഏറെ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. കർത്താവെ, അവിടുത്തെ കൃപ എല്ലാവരുടെ മേലും അവിടുന്ന് ശരിയണം എന്ന് അപേക്ഷിക്കുന്നു ദൈവമേ. അവിടുന്ന് ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു കർത്താവാണെന്ന് ദൈവമേ ഞങ്ങൾ ഓരോ നാളും അനുഭവിച്ചറിയുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു പിതാവെ. കർത്താവെ, എല്ലാവരോടും അവിടുന്ന് മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദേശത്തെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും അവിടുന്ന് ധാരാളമായി വ്യാപരിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രത്യേകിച്ച് വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു പിതാവെ. എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങയുടെ സംരക്ഷണവും കാവലും നൽകി അവിടുന്ന് വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, വരും നാളുകളിൽ ദൈവമേ ഞങ്ങൾക്ക് സഭയായി സമൂഹമായി അവിടുന്ന് നൽകുന്ന വിടുതലിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനുള്ള നല്ല സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് ഒരുക്കി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്ന കർത്താവെ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഞങ്ങളെ വിടുവിക്കുന്ന ഒരു കർത്താവാണെന്ന് ദൈവമേ ഞങ്ങൾക്ക് ഓരോ നാളും രുചിച്ചറിയുന്നതിന് ഞങ്ങളെ അവിടെ തുടർന്നും സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ എല്ലാ ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. എല്ലാവരുടെയും ജീവിതങ്ങളിൽ ആവശ്യമായ നന്മകളും ദൈവിക നടത്തിപ്പും കാവലും ഒക്കെ നൽകി അവിടുന്ന് തന്നെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു പിതാവേ. ഈ നാളുകളിൽ ദൈവമേ അവിടുന്ന് തന്നെ ഞങ്ങളുടെ സഭയിലെ പ്രവർത്തനങ്ങളൊക്കെ അവിടുന്ന് ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു പിതാവേ. ദൈവമേ, ശുശ്രൂഷാപരമായി ദൈവമേ അവിടുന്ന് ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് ഓർക്കുന്നു ദൈവമേ. കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവായിരിക്കാൻ സ്തോത്രം കരയേറ്റുന്നു ദൈവമേ. കർത്താവെ, സഭയായി അർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അവിടുന്ന് ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അനേകർക്ക് പ്രയോജനമുള്ള ശുശ്രൂഷ തുടർന്നും നിറപടിയായി നിർവഹിക്കുന്നതിനുള്ള നല്ല സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മിഷണറിമാർക്കായി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഓരോരുത്തരുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടുന്ന് തന്നെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആരും ഈ നാളുകളിൽ രോഗികളോ ദൈവമേ ക്ഷീണിതരോ ആയി പോകാതെ അവിടുന്ന് തന്നെ ശക്തിയോടെ ബലത്തോടെ സൗഖ്യത്തോടെ അവിടുന്ന് വഴി നടത്തണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുത്തുന്ന ദൈവമേ. കർത്താവെ, ആരാധനയിലായിരിക്കുന്ന ആരെങ്കിലും വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുകയാണെങ്കിൽ കർത്താവെ, അങ്ങയുടെ ആശ്വാസവും പുതുബലവും ദൈവകൃപയും എല്ലാവരുടെ മേലും അവിടുന്ന് വ്യാപരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ദൈവമേ, വരും നാളുകളിൽ ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി അനുഭവിക്കുന്നതിന് അവിടുന്ന് സഹായിക്കണം കർത്താവെ. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ ദേവാലയത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനുമുള്ള നല്ല സാഹചര്യങ്ങളൊക്കെ വരും നാളുകളിൽ അവിടുന്ന് ഒരുക്കി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ആരെങ്കിലും വേദനയോടെ രോഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കുകയാണെങ്കിൽ കർത്താവെ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു പിതാവെ. എല്ലാവരോടും അവിടുന്ന് മനസ്സറിയണം. അങ്ങയുടെ ലഭ്യമാകുന്ന ദിവ്യ സൗഖ്യവും വിടുതലും എല്ലാവരുടെ മേലും അവിടുന്ന് പകർന്ന് ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാം വിനയപ്പെടുത്തുന്നു. ആരാധനയുടെ ഇതുവരെയുള്ള സമയവും തിരുകൃപയിൽ ഞങ്ങളെ വഴി നടത്തിയതായി സ്തോത്രം. ഞങ്ങളിന്ന് കേൾക്കേണ്ടുന്ന വചനത്തെ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷിച്ച സമയവും തിരുകൃപയിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. സർവ്വമാനവും മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 81-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. കർത്താവേ, നീ ഇന്നേരത്തിൽ നിന്ദാസനെ കടാക്ഷിച്ച് നിശുദ്ധ വചനമവൻ സംസാരിപ്പാൻ തുണയ്ക്കുക. നിൻ പ്രമാണത്തിൽ നിന്നവൻ അത്ഭുത കാര്യങ്ങൾ
നിന്റേതം ഉപദേശിക്കാൻ നീ സഹായിച്ചിടേണമേ. നിന്ദാസരാകുമെങ്കിലും സന്തോഷമോടെ നേരം നിൻ തിരുവചനം കേട്ടിടാൻ തരേണമേ. നിന്നാശിഷം തിരുവചനം കേട്ടിടാൻ തരേണമേ. നിന്നാശിഷം വിശുദ്ധവാക്യങ്ങൾ പ്രതി വിശ്വാസത്താൽ കലർന്നുടൻ പ്രവർത്തിച്ചിടുവാനായി പരമകൃപ ചൊരിക. ഇവിധം സ്വർഗ്ഗതാതനിൻ ദിവ്യവചനം ഞങ്ങളിൽ സമൃദ്ധിയാൽ ദിനം പ്രതി സൽഫലം കായ്പാനരുൾക. സമൃദ്ധിയാൽ ദിനം പ്രതി സൽഫലം കായ്പാനരുൾക. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായ തിരുവചന ഭാഗത്തെ ചില വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായിട്ട് കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്നുത്തരം പറയും? രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നറിയി ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വചനധ്യാനത്തിനായി തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ ദിവ്യ നിയന്ത്രണവും നവ്യമായ ദർശനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ലോകത്തെ കരുതുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അതിലേക്കായി ഞങ്ങളെ നിയോഗിച്ചിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നിറവേറ്റേണ്ടതിന് ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്ക് പ്രചോദനമായി ഭവിപ്പാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹംഗറിയയിലെ എലിസബത്ത് രാജ്ഞി എല്ലാ ദിവസവും ഹൃദയം നിറയെ സ്നേഹവും കൈ നിറയെ പണവുമായി ദരിദ്രരെ തേടി ഇറങ്ങുമായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടതെല്ലാം നൽകി കഴിയുമ്പോൾ രാജ്ഞി സ്നേഹപൂർവം അവരെ ഉപദേശിക്കും, നിങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുവിൻ. അപ്പോൾ അവർ പറയും, കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ രാജ്ഞി അവരെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും, നിങ്ങൾക്കൊരു ഹൃദയമുണ്ട്, മറ്റുള്ളവർക്ക് മതിയാവോളം സ്നേഹം പകരുക. നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, കരയുന്നവരുടെ കണ്ണുനീർ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കാലുകളുണ്ട്, വേദനിക്കുന്നവരെ തേടി നിങ്ങൾ പോകുക.
നിങ്ങൾക്ക് നാവുണ്ട്, മധുരവാക്കുകളാൽ അവരെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെല്ലാം ഭയത്തിൻ്റെയും ആകുലതകളുടെയും തടവറയിലാണ്. അതായത് ഭയാശങ്കകളാൽ മനുഷ്യർ ബന്ധിതരായിരിക്കുന്നു. പഴയ ജീവിത രീതികൾ മാറി മറയുന്നു. ഇഷ്ടമില്ലെങ്കിലും പുതിയ ജീവിത ശൈലികൾ അനുവർത്തിക്കാൻ നാം നിർബന്ധിതരാകുന്നു. കൊറോണ വൈറസ് ഏൽപ്പിച്ച ആഘാതവും അതിനോടനുബന്ധമായ നിയന്ത്രണങ്ങളും മനുഷ്യജീവിതത്തെ അമ്മാനമാടുന്ന സാഹചര്യമാണ്. മനുഷ്യജീവിതം നരകതുല്യമായി തോന്നുന്ന സാഹചര്യങ്ങൾ, അടച്ചുപൂട്ടലുകൾ, അതുളവാക്കുന്ന ഏകാന്തത, തത്ഫലമായി ഉണ്ടാകുന്ന ഗ്രഹാതുരത, ഇങ്ങനെ പോകുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകമെങ്ങും ഈ പ്രതിഭാസം നിലനിൽക്കുന്നു എന്നതാണ് ഒരു സത്യം. ഈ സാഹചര്യങ്ങൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. മതാചാരങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ, മതാചാരങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ, മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം അംഗീകരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിതമായ ദേഹവിയോഗം നിർവികാരതയോടെ, ഞാൻ ബോധപൂർവമാണ് നിർവികാരത എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, നിർവികാരതയോടെ അന്യരെ പോലെ മാറി നിന്ന് മാത്രം കാണാൻ വിധിക്കപ്പെട്ട നാളുകൾ. പുതിയ ആകാശവും പുതിയ ഭൂമിയുമെന്ന അപ്പോസ്തലനായ യോഹന്നാന്റെ നവദർശനം സാർത്ഥകമാകുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൃശ്യ മാറ്റങ്ങൾക്കു നേരെ മുഖം തിരിച്ചു നിൽക്കാനല്ല, പുറം തിരിഞ്ഞു നിൽക്കാനല്ല, യാഥാർത്ഥ്യബോധത്തോടെ മാറ്റങ്ങളെ അഭിമുഖീകരിക്കാനാണ്. നാം ആരും ഇന്നത്തെ സാഹചര്യത്തിന് അതീതരല്ലെന്ന കാര്യം നമ്മൾ ഓർക്കണം. എന്നാൽ സഹജീവികളോടുള്ള പ്രതിബദ്ധത ഏത് വിധത്തിൽ നിർവഹിക്കണമെന്ന് ക്രിസ്തുദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനം. പ്രധാനമായി അവിടെ പറയുന്നത് ദുർബലരെ കരുതുന്നതാണ് നമ്മുടെ ചുമതല എന്നുള്ളത്. ദുർബലരെ കരുതുക. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതായത് രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. ഇവിടെ ഏറ്റവും ചെറിയ സഹോദരൻ എന്നത് ദുർബലരെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ നിയമം ദുർബലരെ കരുതുന്നതാണ്. ദൈവത്തോടുള്ള കടപ്പാടും എളിയവരോടുള്ള കടപ്പാടും രണ്ടായി കാണാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. നാം നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. എളിയവന്റെ രൂപത്തിലാണ് നമ്മുടെ കർത്താവ് പ്രത്യക്ഷമാകുന്നതെന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദാഹിക്കുന്നവൻ, വിശക്കുന്നവൻ, ഭവനരഹിതൻ, വസ്ത്രമില്ലാത്തവൻ, രോഗി, മർദ്ദിതൻ, നീതി നിഷേധിക്കപ്പെട്ടവൻ,
ഇങ്ങനെ വിവിധ രൂപത്തിൽ അവിടുന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകും. ഇവരെ കരുതുന്ന സംസ്കാരമാണ് നമുക്കുണ്ടാകേണ്ടത്. കരുതൽ ഒരു സംസ്കാരമാണ്. ഒപ്പം വളരുന്ന മറ്റൊരു സംസ്കാരമാണ് ക്രൂരതയുടെ സംസ്കാരം. ക്രൂരതയുടെ സംസ്കാരം തഴച്ചു വളരാൻ അനുയോജ്യമായി ആയതാണ് നമ്മുടെ മണ്ണെന്നത് നമ്മൾ ഓർക്കണം. കരുണയുടെയും കരുതലിൻ്റെയും സംസ്കാരം നമ്മെ പഠിപ്പിച്ചത് അരുമനാഥനായ നമ്മുടെ കർത്താവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ഞാൻ ശുശ്രൂഷിപ്പാനാണ് വന്നത്. ശിഷ്യന്മാരുടെ പാദം കഴുകി പാദാപാംശുക്കൾ തുവർത്തി ശുശ്രൂഷയുടെ ഔന്നത്യമെന്തെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. നമ്മളത് തിരുവചനത്തിൽ കാണുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ ജീവൻ നൽകാനാണ് വന്നത്. ശുശ്രൂഷിപ്പാനും ജീവൻ നൽകാനും ഞാൻ വന്നു. എന്നാൽ ഈ സംസ്കാരം, ഈ കരുതലിൻ്റെ സംസ്കാരം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവരിൽ അന്യം നിന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിന് ചുമതലകളുണ്ട്, സ്നേഹപ്രകടനങ്ങൾക്ക് ചുമതലകളില്ല. അതുകൊണ്ടാണ് ഇന്നെവിടെയും സ്നേഹപ്രകടനങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. സ്നേഹത്തിൻ്റെ ആധികാരിക പ്രകടനമാണ് കരുതൽ എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇന്ന് വിലയിടിവ് സംഭവിച്ചിരിക്കുന്നത് റബ്ബറിനോ തേങ്ങയ്ക്കോ ഒന്നുമല്ല, നമ്മൾ പറയുന്നത് പോലെ കാർഷിക വിഭവങ്ങൾക്കൊന്നുമല്ല. വിലയിടിവ് സംഭവിച്ചിരിക്കുന്നത് മാനുഷിക ബന്ധങ്ങൾക്കാണ്. ഹൃദയങ്ങൾ അകലുമ്പോൾ ബന്ധങ്ങൾക്ക് ഇടിവ് സംഭവിക്കുന്നു. അകൽച്ചയുണ്ടാകുമ്പോൾ അനീതിയുണ്ടാകുന്നു. അടുത്തു നിൽക്കുമ്പോഴും അകലങ്ങളിൽ സഞ്ചരിക്കുന്ന ഹൃദയങ്ങൾ. മൃഗത്തിനും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം, മൃഗം വികാരജീവിയാണ്. മനുഷ്യന് വികാരത്തെ അവൻ്റെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാനാകുമെന്നതാണ് പ്രത്യേകത. എന്നാൽ ഈ കാലഘട്ടത്തിൽ അധികം മനുഷ്യരും മൃഗങ്ങളെ പോലെ വികാരങ്ങൾക്ക് അധീനരാണ്. ഏതുപോലെ എന്നാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ ചവിട്ടിയാൽ പട്ടിക്കറിയില്ല തൻ്റെ യജമാനൻ വിദ്യാസമ്പന്നനാണ്, ഉദ്യോഗസ്ഥനാണ്, നല്ലൊരു മനുഷ്യനാണെന്നൊന്നും പട്ടിക്കറിയില്ല. അങ്ങനെ പട്ടിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതിനെ ചവിട്ടിയാൽ അത് കടിക്കും. ഇന്ന് സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത, കരുതലില്ലാത്ത മനുഷ്യൻ ഇതുപോലുള്ള മൃഗങ്ങളുടെ മറ്റൊരു പതിപ്പാണെന്ന കാര്യം ഇത്തരുണത്തിൽ നമ്മൾ ആരും മറന്നു പോകരുത്. ലോകത്ത് സഭയുടെ പ്രധാന ദൗത്യം കരുതലാണ്. കരുതൽ മഹാമാരിയുടെ കാലത്ത് മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും കിറ്റുകളെ കുറിച്ചുള്ള കേൾവിയാണുള്ളത്. പഞ്ഞമാസത്തിൽ അച്ഛന്മാർക്ക് കിറ്റ്, മറ്റു പാവപ്പെട്ടവർക്ക് കിറ്റ്. സഭയും സന്നദ്ധ സംഘടനകളൊക്കെ ഇത്തരത്തിൽ ഹസ്തദാനങ്ങളുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, കരുതൽ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലുമുള്ളതാണ്. മഹാമാരിയുടെ കാലത്ത് മാത്രം സംഭവിക്കേണ്ട കാര്യങ്ങളല്ലെന്നത് നമ്മൾ ഓർക്കണം. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നു, ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൂകി വിളിച്ചു നടക്കുന്ന ആളുകളെയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ ഇടവകയെക്കുറിച്ച് ചിന്തിക്കും. ഒരു മാസം 70-ലധികം ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റ് ഇവിടെ നിന്ന് നൽകുന്നു. ഒരാർഭാടവും കൂകി വിളിയുമില്ല. ലോക്ക്ഡൗണിന്റെ കാലത്ത് ദേവാലയങ്ങൾ പൂട്ടിക്കിടക്കുന്ന സമയത്തും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മഹാമാരിയുടെ കാലത്ത് മാത്രമല്ല,
അത് സദാ നിർവഹിക്കപ്പെടുന്ന ഒരു കാരുണ്യ പ്രവൃത്തി. ആരും വിളിച്ചു പോകുന്നില്ല. ആ ശുശ്രൂഷകൾ ഇങ്ങനെ നിരന്തരം നടക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കിറ്റും അവിടെ കൊണ്ടുവച്ച് കുറേ പച്ചക്കറി കിറ്റുമൊക്കെ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തിട്ട് തൊഴിക്കൽ പള്ളി ഇങ്ങനെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിന്ന് വായിക്കുന്നതും പത്രത്തോര അറിയുന്നതൊക്കെ ഇതുപോലുള്ള പ്രഹസനങ്ങളാണ്. കാര്യം കഴിയുമ്പോൾ അവർ തന്നെ കിറ്റ് കൊടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനാണ്. ഇവിടെ കരുതൽ എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. കരുണയും കരുതലും എന്തെന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവ് നമ്മെ ഉപദേശിച്ചു. നിന്റെ വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത്. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഇന്നിതാ ഓരോ കാര്യങ്ങളും കൂകി വിളിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നത്. ഇത്തരുണത്തിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ഒരു കവിതയിലെ ചില വരികൾ ഓർമ്മ വരുന്നു. അതിങ്ങനെയാണ്: പേരിനും പെരുമയ്ക്കുമായിരിക്കൊല്ല ദാനം, ആരെയും ബോധിപ്പിക്കാനല്ല ധർമാനുഷ്ഠാനം, ദീനരെ തലോടുന്നതൊന്നു മാത്രമേ ശാന്തി, താനും തൻ കുടുംബമെന്നതൊക്കെയും ഭ്രാന്തി. ഇവിടെ പറയുകയാണ്, പേരിനും പെരുമയ്ക്കുമല്ല, ആരെയും ബോധിപ്പിക്കാനുമല്ല, ദീനരെ തലോടുന്നത് മാത്രമാണ് ശാന്തി എന്ന് അവിടെ നമ്മൾ കാണുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പറയുന്ന സംഭവങ്ങൾ ദൈവസന്നിധിയിൽ നന്മയായി കണക്കിടാൻ വേണ്ടി ബോധപൂർവം അവർ ചെയ്ത കാര്യങ്ങളല്ല. പിന്നെയോ ജീവിതത്തിലെ നൈസർഗികമായ പ്രവൃത്തികളായിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നു. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, നിന്നെ ഞങ്ങൾ ദരിദ്രനായി എപ്പോൾ കണ്ടു, ദാഹാർത്തനായി എപ്പോൾ കണ്ടു, തടവിൽ ഞങ്ങൾ എപ്പോൾ കണ്ടു എന്ന് ചോദിക്കുന്നത് അവർ ബോധപൂർവം ചെയ്തതല്ല, നൈസർഗികമായി അവർ ചെയ്തു വന്ന കാര്യങ്ങളാണ്. സ്വയം കൃതാർത്ഥരാകുന്നതിന് വേണ്ടി ചെയ്തതല്ല, ആവശ്യത്തിലിരുന്നവരെ സഹായിക്കുക മാത്രമാണ് അവർ ചെയ്തത്. നിലവിലെ ചിന്താഗതി അനുസരിച്ച് ക്രിസ്തുവിൻ്റെ വാക്കുകൾ വിപ്ലവാത്മകമാണ്. കാരണം രോഗമെന്നത് പാപത്തിൻ്റെയോ തിന്മയുടെയോ ഫലമാകാമെന്ന ധാരണ, അതുകൊണ്ട് ഇവർ സഹാനുഭൂതിക്ക് അർഹരല്ല. യേശു പറയുന്നു, അവരെ കരുതുകയും അവരോട് സഹാനുഭൂതിയോടെ പെരുമാറുകയും ചെയ്യണമെന്ന് യേശു അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യഭാവം നമ്മിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവത്തെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതെന്ന് അറിയാതെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ദരിദ്രരോടും പീഡിതരോടുമുള്ള മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ത്യന്യായവിധി എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 82-ന്റെ 3-4 വാക്യങ്ങൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നത്, എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നവരെ വിടുവിപ്പിൻ. കരുതലിൻ്റെ ശ്രേഷ്ഠത ഇവിടെ വരച്ചു കാട്ടുകയാണ്. അന്ത്യ അത്താഴത്തിൽ മേശമേലുള്ള ഭക്ഷണം തനിക്ക് മാത്രം ഭക്ഷിക്കാനുള്ളതല്ലെന്നും മറ്റുള്ളവർക്ക് പകുത്തു നൽകേണ്ടതാണെന്നും നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. മുറിച്ചു നൽകിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വാങ്ങി ഭക്ഷിപ്പിൻ. ഈ പട്ടികയിൽ നാം കാണുന്നത് ദൈവം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പങ്കിടലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകേണ്ടത്. അപ്പം നുറുക്കി നൽകിയ കർത്താവ് അത് നൽകുന്നതിലൂടെ അവനോട് പറയുന്നു, നിനക്കും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. നാം അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്.
ബിൽ ഗേറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ബിൽ ഗേറ്റ്സ് ഒരു സാധാരണ ജോലിക്കാരനായിരുന്ന കാലം ഒരിക്കൽ ഷിക്കാഗോ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ അന്നത്തെ ഒരു പ്രധാന പത്രത്തിൻ്റെ തലക്കെട്ട് അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം ആ പത്രത്തിനടുത്ത് പോയി അതൊക്കെ നോക്കി. എന്നാൽ ആ പത്രം സ്വന്തമാക്കാൻ തൻ്റെ പോക്കറ്റിൽ പണമില്ലായിരുന്നു. ഇത് വച്ചിട്ട് തിരികെ പോകുന്ന ബിൽ ഗേറ്റ്സിന് പത്രം വിൽപ്പനക്കാരനായ ഒരു കറുത്ത ബാലൻ വിളിച്ച് ഈ പത്രം നൽകി. അപ്പോൾ പറഞ്ഞു, എൻ്റെ പക്കൽ പണമില്ല. അപ്പോൾ ഈ കറുത്ത വർഗക്കാരനായ ബാലൻ പറഞ്ഞു, എൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഞാൻ അത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് പത്രം കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിലും ഈ ബാലനിൽ നിന്ന് മറ്റൊരു പത്രം അദ്ദേഹം ഇതുപോലെ വാങ്ങേണ്ടി വന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ബിൽ ഗേറ്റ്സ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിക്കഴിഞ്ഞ സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് 2 പത്രങ്ങൾ വെറുതെ തന്ന ആ പത്രക്കച്ചവടക്കാരനെ എനിക്കൊന്ന് കാണണം. അദ്ദേഹം വളരെ നാളുകൾ അന്വേഷിച്ച് പത്രക്കാരനെ കണ്ടെത്തി. അവൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് ബിൽ ഗേറ്റ്സ് ചോദിച്ചു. അപ്പോൾ ഈ പത്രം വിൽപ്പനക്കാരൻ പറഞ്ഞു, താങ്കൾ പ്രശസ്തനായ ബിൽ ഗേറ്റ്സ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് താൻ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു. എനിക്കന്നിങ്ങനെ പത്രം വെറുതെ തന്നു, എനിക്കതിനൊരു പ്രതിഫലം തരാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ പത്രവിൽപ്പനക്കാരനായ ഈ കറുത്ത വർഗക്കാരനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ ആഗ്രഹം നല്ലതാണെങ്കിലും താങ്കൾക്കതിന് കഴിയില്ല. ബിൽ ഗേറ്റ്സിനോടാണ് പറയുന്നത്. 2 പത്രം വാങ്ങിയതിന് കടം തീർക്കാൻ വന്നവനോട് പറയാണ്, തൻ്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാലത്താണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. താങ്കൾ ഇപ്പോൾ സമ്പന്നനായി സമ്പന്നതയിൽ നിന്നും ഒരു സമ്മാനം നൽകാനാണ് ശ്രമിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് പങ്കുവച്ചതിന് പകരമാകില്ല സമ്പന്നതയിൽ നിന്നുള്ള സമ്മാനം. ഞാനത് ആവർത്തിക്കട്ടെ. താങ്കൾ ഇപ്പോൾ സമ്പന്നതയിൽ നിന്നും ഒരു സമ്മാനം നൽകാനാണ് ശ്രമിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് പങ്കുവച്ചതിന് പകരമാകില്ല സമ്പന്നതയിൽ നിന്നുള്ള സമ്മാനം. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. കരുതൽ സമ്പന്നതയിലെ ഔദാര്യമല്ല എന്നത് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. കരുതൽ സമ്പന്നതയിലെ ഔദാര്യമല്ല. മറ്റുള്ളവരെ കരുതാൻ നമുക്ക് ധനമല്ല. എലിസബത്ത് രാജ്ഞി പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കരുതാൻ നമുക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങളാണ് ആവശ്യം. മറ്റുള്ളവരെ കരുതാൻ ആർദ്രതയോടെ കാണാൻ കഴിയുന്ന കണ്ണുകളാണ് ആവശ്യം. വേദനിക്കുന്നവന്റെ സമീപത്ത് ഓടിയെത്താൻ കഴിയുന്ന കാലുകളാണ് നമുക്ക് ആവശ്യം. ലാവണ്യത്തോടെ സംസാരിക്കാനും സ്വീകരിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയുന്ന സ്വർണ്ണനാവുകളാണ് നമുക്ക് ആവശ്യം. കരുതലിൻ്റെ സംസ്കാരം എന്തെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഇവിടെ ഇതാ നമ്മെ ഓർപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള ധനമല്ല, ഈ മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക. ഇതിലൂടെയാണ് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ ലോകത്ത് ഈ നാളുകളിൽ നിർവഹിക്കാനാകുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക്
216 പാട്ട്. നിന്റെ സ്നേഹമാം ശബ്ദം കേട്ടു ഞാൻ സ്വന്തമായി യേശുവേ, എങ്കിലും വിശ്വാസത്തിൽ വളർന്നു നിന്നോടടുത്തിടട്ടെ. യേശുനാഥ, ക്രൂശിലേക്കു നീ ആകർഷിക്കുക. യേശുനാഥ, നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുക. ദീർഘശക്തിയ നിന്റെ സേവയ്ക്ക എന്നെ നീ എടുക്കുക. എന്റെ ആശ്രയ ദൈവമേ, നിന്നെ എൻ മനം മുങ്ങിടട്ടെ. യേശുനാഥ, ക്രൂശിലേക്കു നീ ആകർഷിക്കുക. യേശുനാഥ, നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുക. നിൻ കൃപാസനെ ഒറ്റ നാഴികൾ എത്ര ഇമ്പമായത്. ഉറ്റ ബന്ധുവോടെന്ന പോലെ ഞാൻ സംസർഗം ചെയ്തിടുന്നു. യേശുനാഥ, ക്രൂശിലേക്കു നീ ആകർഷിക്കുക. യേശുനാഥ, നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുക. ഉന്നതത്തിൽ നിൻ സന്നിധം വന്നു നിന്നെ കാണും നേരത്തിൽ. ഇന്നു കാണാത്ത സ്നേഹമോദവും അങ്ങു കാണും മോക്ഷത്തിൽ. യേശുനാഥ, ക്രൂശിലേക്കു നീ ആകർഷിക്കുക. യേശുനാഥ, നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുക. പ്രാർത്ഥിക്കാം. മഹാകരുണയും വാത്സല്യവുമുള്ള ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോഴും നന്ദിയോടും സ്തോത്രത്തോടും ഞങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കാനും ഞങ്ങൾക്കൊരുമിച്ച് ആരാധിക്കാൻ, വചനം ധ്യാനിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം തന്നു. തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം കർത്താവേ. കരുണയും കരുതലും എന്താണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കരുതലിൻ്റെ ശുശ്രൂഷ ഈ ലോകത്ത് നിർവഹിക്കാൻ ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അവിടുന്ന് പകർന്ന ദൈവകൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മുന്നിൽ കാണുന്ന നാളുകൾ ഞങ്ങൾ വിഹുലതയോടെ കാണുമ്പോൾ ദൈവമേ, നീ ഞങ്ങൾക്ക് ആശ്വാസപ്രദനായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് കൂട്ടായിരുന്നു ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ എല്ലാ കൃപകളെയും നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ. ഈ ആഴ്ച ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ.